സംഖ്യ അധ്യായം 33. മോശയുടെയും അഹറോന്റെയും നേതൃത്വത്തിൽ ഗണമായി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിലെ താവളങ്ങൾ ഇവയാണ്. യാത്രാമധ്യേ അവർ പാളയമടിച്ച സ്ഥലങ്ങൾ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് മോശ ക്രമമായി കുറിച്ചു വച്ചു. 1-ാം മാസം 15-ാം ദിവസം അവർ റംസേസിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. പെസഹായുടെ പിറ്റേന്നാളാണ് ഇസ്രായേൽ ജനം ഈജിപ്തുകാർ കാണെ കർത്താവിൻ്റെ ശക്തമായ സംരക്ഷണത്തിൽ പുറപ്പെട്ടത്. അപ്പോൾ ഈജിപ്തുകാർ കർത്താവ് സംഹരിച്ച തങ്ങളുടെ കടിഞ്ഞൂൽ സന്താനങ്ങളെ സംസ്കരിക്കുകയായിരുന്നു. അവരുടെ ദേവന്മാരെയും കർത്താവ് ശിക്ഷിച്ചു. ഇസ്രായേൽ ജനം റംസേസിൽ നിന്ന് പുറപ്പെട്ട് സുക്കോത്തിൽ പാളയമടിച്ചു. അവിടെ നിന്ന് മരുഭൂമിയുടെ അതിർത്തിയിലുള്ള എത്താമിലെത്തി പാളയമടിച്ചു. എത്താമിൽ നിന്ന് ബാൽസെഫോന് കിഴക്കുള്ള പിഹഹീറോത്തിന് നേരെ യാത്ര ചെയ്ത് മിഗ്ദോലിന് മുമ്പിൽ പാളയമടിച്ചു. അവിടെ നിന്ന് കടലിന് നടുവിലൂടെ യാത്ര ചെയ്ത് മരുഭൂമിയിലെത്തി. ഏത്താം മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്ത് മാറായിൽ പാളയമടിച്ചു. മാറായിൽ നിന്ന് ഏലിമിൽ എത്തി പാളയമടിച്ചു. ഏലിമിൽ 12 നീരുറവകളും 70 ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. വീണ്ടും യാത്ര പുറപ്പെട്ട് ചെങ്കടലിനരികെ പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് സിൻ മരുഭൂമിയിലും അവിടെ നിന്ന് ദോഫ്ഖയിൽ നിന്ന് ആലൂഷിലും അവിടെ നിന്ന് റഫിദീമിലും എത്തി പാളയമടിച്ചു. റഫിദീമിൽ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. റഫിദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിലും അവിടെ നിന്ന് കിബ്രോത്ത് ഹത്താവയിലും അവിടെ നിന്ന് ഹസേറോത്തിൽ നിന്ന് റിത്മായിലും എത്തി പാളയമടിച്ചു. റിത്മായിൽ നിന്ന് പുറപ്പെട്ട് റിമ്മോൺ പേരസിലും അവിടെ നിന്ന് ലിബ്നയിൽ നിന്ന് റിസായിലും പാളയമടിച്ചു. അവിടെ നിന്ന് കെഹേലാത്തായിലെത്തി പാളയമടിച്ചു. കെഹേലാത്തായിൽ നിന്ന് പുറപ്പെട്ട് ഷേഫർമലയിലും അവിടെ നിന്ന് ഹരാദായിൽ നിന്ന് മഖ്ഹലോത്തിലും അവിടെ നിന്ന് തഹത്തിലും എത്തി പാളയമടിച്ചു. തഹത്തിൽ നിന്ന് പുറപ്പെട്ട് തേരഹിലും പാളയമടിച്ചു. അവിടെ നിന്ന് മിത്കായിൽ നിന്ന് അഷ്മോനായിലും അവിടെ നിന്ന് മൊസേറോത്തിലുമെത്തി പാളയമടിച്ചു. മൊസേറോത്തിൽ നിന്ന് പുറപ്പെട്ട് ബെനയാഖാനിലും അവിടെ നിന്ന് ഹോർ ഹഗിദായിലും അവിടെ നിന്ന് യോത്ബത്തായിൽ നിന്ന് അബ്രോനായിലും എത്തി പാളയമടിച്ചു. അബ്രോനായിൽ നിന്ന് പുറപ്പെട്ട് എസിയോൻ ഗേബറിലും അവിടെ നിന്ന് പുറപ്പെട്ട് സിൻ മരുഭൂമിയിലും കാദഷിലും അവിടെ നിന്ന് ഏദോം ദേശത്തിൻ്റെ അതിർത്തിയിലുള്ള ഹോർമലയിലും എത്തി പാളയമടിച്ചു. പുരോഹിതനായ അഹറോൻ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഹോർമലയിൽ കയറി അവിടെ വെച്ച് മരിച്ചു. ഇത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 40-ാം വർഷം 5-ാം മാസം 1-ാം ദിവസമായിരുന്നു. മരിക്കുമ്പോൾ അഹറോന് 123 വയസ്സുണ്ടായിരുന്നു. കാനാൻ ദേശത്ത് നെഗബിൽ പാർത്തിരുന്ന കാനാന്യനായ ആരാദ് രാജാവ് ഇസ്രായേൽ ജനം വരുന്നതറിഞ്ഞു. ഇസ്രായേല്യർ ഹോർമലയിൽ നിന്ന് പുറപ്പെട്ട് സൽമോനായിലും അവിടെ നിന്ന് പൂനോനിയിലും അവിടെ നിന്ന് ഓബോത്തിൽ നിന്ന് മോവാബിൻ്റെ അതിർത്തിയിലുള്ള ഇയെ അബാറിമിലും എത്തി പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് ദീബോൻഗാദിലും അവിടെ നിന്ന് അൽമോൻ ദിബ്ലത്തായിമിലും അവിടെ നിന്ന് അബറീം മലകളിൽ നെവോബിന് കിഴക്ക് വശത്തും എത്തി പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് ജെറീക്കോയുടെ എതിർവശത്ത്
ജോർദാൻ അരികെയുള്ള മൊവാബ് സമതലത്തിൽ പാളയമടിച്ചു. ആ പാളയം ബേത്ത് യെഷീമോത്ത് മുതൽ ആബേൽ ഷിത്തീം വരെ വ്യാപിച്ചിരുന്നു. ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാൻ തീരത്ത് മൊവാബ് സമതലത്തിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു, ജോർദാൻ കടന്ന് കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ തദ്ദേശവാസികളെ ഓടിച്ചു കളഞ്ഞ് അവരുടെ ശിലാവിഗ്രഹങ്ങളും ലോഹപ്രതിമകളും തകർക്കുകയും പൂജാഗിരികൾ നശിപ്പിക്കുകയും വേണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക. നിങ്ങൾ ദേശം കൈവശമാക്കി വാസമുറപ്പിക്കണം. എന്തെന്നാൽ ആ ദേശം ഞാൻ നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്നു. നിങ്ങൾ ഗോത്രമായി നറുക്കിട്ട് ദേശം അവകാശമാക്കണം. വലിയ ഗോത്രത്തിന് വലിയ അവകാശവും ചെറിയ ഗോത്രത്തിന് ചെറിയ അവകാശവും നൽകണം. കുറി എവിടെ വീഴുന്നുവോ അവിടമായിരിക്കും ഓരോരുത്തരുടെയും അവകാശം. പിതൃഗോത്രമനുസരിച്ചാണ് നിങ്ങൾ ദേശം അവകാശമാക്കേണ്ടത്. എന്നാൽ തദ്ദേശവാസികളെ ഓടിച്ചു കളയാതിരുന്നാൽ അവശേഷിക്കുന്നവർ കണ്ണിൽ മുള്ളുപോലെയും പാർശ്വത്തിൽ മുൾച്ചെടി പോലെയും നിങ്ങളെ ഉപദ്രവിക്കും. ഞാൻ അവരോട് ചെയ്യണമെന്ന് വിചാരിച്ചത് നിങ്ങളോട് ചെയ്യും. Chapter 33. The following are the stages by which the Israelites journeyed up by companies from the land of Egypt under the guidance of Moses and Aaron. By the Lord's command, Moses recorded the starting places of the various stages. The starting places of the successive stages were: they set out from Ramses in the first month, on the 15th day of the first month. On the Passover morrow the Israelites went forth in triumph in view of all Egypt. While the Egyptians buried their firstborn, all of whom the Lord had struck down, on their gods too the Lord executed judgments. Setting out from Ramses, the Israelites camped at Succoth. Setting out from Succoth, they camped at Etham near the edge of the desert. Setting out from Etham, they turned back to Pi-hahiroth, which is opposite Baal-zephon, and they camped opposite Migdol. Setting out from Pi-hahiroth, they crossed over through the sea into the desert, and after a 3 days' journey in the desert of Etham, they camped at Marah. Setting out from Marah, they came to Elim, where there were 12 springs of water and 70 palm trees, and they camped there. Setting out from Elim, they camped beside the Red Sea. Setting out from the Red Sea, they camped in the desert of Sin. Setting out from the desert of Sin, they camped at Dovka. Setting out from Dovka, they camped at Alush. Setting out from Alush, they camped at Rephidim, where there was no water for the people to drink. Setting out from Rephidim, they camped in the desert of Sinai. Setting out from the desert of Sinai, they camped at Kibroth-Hattaavah. Setting out from Kibroth-Hattaavah, they camped at Hazeroth. Setting out from Hazeroth, they camped at Rithmah. Setting out from Rithmah, they camped at Rimmon-Perez. Setting out from Rimmon-Perez, they camped at Libnah. Setting out from Libnah, they camped at Risa. Setting out from Risa, they camped at Kahelathah. Setting out from Kahelathah, they camped at Mount Shepher. Setting out from Mount Shepher, they camped at Haradah. Setting out from Haradah, they camped at Makheloth. Setting out from Makheloth, they camped at Tehath. Setting out from Tehath, they camped at Tira. Setting out from Tira, they camped at Mithkah. Setting out from Mithkah, they camped at Hashmonah. Setting out from Hashmonah, they camped at Moseroth. Setting out from Moseroth, they camped at Bene-Jaakan. Setting out from Bene-Jaakan, they camped at Mount Gidgad. Setting out from Mount Gidgad, they camped at Jotbathah. Setting out from Jotbathah, they camped at Abronah. Setting out from Abronah, they camped at Ezion-Geber. Setting out from Ezion-Geber, they camped in the desert of Zin at Kadesh. Setting out from Kadesh, they camped at Mount Hor on the border of the land of Edom. Aaron the priest ascended Mount Hor at the Lord's command, and there he died in the 40th year from the departure of the Israelites from the land of Egypt on the first day of the 5th month. Aaron was 123 years old when he died on Mount Hor. Now when the Canaanite king of Arad, who lived in the Negeb in the land of Canaan, heard that the Israelites were coming, setting out from Mount Hor, they camped at Zalmonah. Setting out from Zalmonah, they camped at Punon. Setting out from Punon, they camped at Oboth.
Setting out from Oboth, they camped at Lai-Abarim, on the border of Moab. Setting out from Lai-Abarim, they camped at Dibon-Gad. Setting out from Dibon-Gad, they camped at Almon-Diblathaim. Setting out from Almon-Diblathaim, they camped in the Abarim mountains opposite Nebo. Setting out from the Abarim mountains, they camped on the plains of Moab along the Jericho stretch of the Jordan. Their camp along the Jordan on the plains of Moab extended from Beth-Jeshimoth to Abel-Shittim. The Lord spoke to Moses on the plains of Moab beside the Jericho stretch of the Jordan, and said to him, "Tell the Israelites, when you go across the Jordan into the land of Canaan, drive out all the inhabitants of the land before you. Destroy all their stone figures and molten images, and demolish all their high places. You shall take possession of the land and settle in it, for I have given you the land as your property. You shall apportion the land among yourselves by lot, clan by clan, assigning a large heritage to a large group and a small heritage to a small group. Wherever anyone's lot falls, there shall his property be within the heritage of his ancestral tribe. But if you do not drive out the inhabitants of the land before you, those whom you allow to remain will become as barbs in your eyes and thorns in your sides, and they will harass you in the country where you live, and I will treat you as I had intended to treat them.